Okay, hello guys. എൻ്റെ പേര് കെവിൻ ആൻഡ് വെൽക്കം ടു ദിസ് യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗൺ പീരീഡിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കഴിഞ്ഞ ഒരു 2 to 3 വീക്സ് ആയിട്ട് ഇവിടെ വീട്ടിൽ സ്റ്റക്കായി കിടക്കുകയാണ്. പലർക്കുള്ള ആശങ്കയാണ്, പുറത്തേക്ക് ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല, ഒരു രീതിയിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കേണ്ട ഒരു സമയമാണ്. നമ്മളെല്ലാവരും ക്ലെൻലിനെസ്സിനേക്കാൾ ഉപരി കൂടുതൽ ഫിറ്റ് ആയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സിമ്പിൾ വർക്കൗട്ട് ടിപ്സാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. പിന്നെ സെക്കൻഡ്ലി, ഒരു രീതിയിൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാണ്ട് വളരെ അനായാസം വീട്ടിൽ എവിടെ വേണമെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് ഫെർദർ ഡു നമുക്ക് ഈ വീഡിയോയിലേക്ക് ഇറങ്ങാം. ഓക്കെ, ഇപ്പോൾ സമയം കാലത്ത് ഏകദേശം ഒരു 6:15 മണിയായിട്ടുണ്ട്. നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ബോഡി സ്ട്രെച്ചസ് ആണ്. ബോഡി സ്ട്രെച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. മെയിനായിട്ടും നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലും ഫ്ലെക്സിബിലിറ്റിയും പിന്നെ നമ്മുടെ റേഞ്ച് ഓഫ് മോഷനും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രശ്നമാണ്, ഇപ്പോൾ ഈ പലരും എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോഴോ അവർക്ക് ഈ മസിൽ ഇഞ്ചുറീസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ വന്നായിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ പലരും ചിലപ്പോൾ ഈ തുടക്കത്തിലെ തന്നെ ബോഡി സ്ട്രെച്ചിങ് ചെയ്യാതെ എടുത്ത് ചാടി അവർ നേരെ വർക്കൗട്ട് സെഷനിലേക്ക് ചെയ്യാൻ തുടങ്ങിയവരായിരിക്കാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും നമ്മുടെ ബോഡി പാർട്സ് സ്ട്രെച്ച് ചെയ്യാൻ പറയണേ. സ്ട്രെച്ചിങ് മീൻസ് നമ്മൾ ഈച്ച് ആൻഡ് എവറി പാർട്ട്, നമ്മുടെ കൈ, നമ്മുടെ കാല്, പിന്നെ നമ്മുടെ ഹിപ്സ്, ബാക്ക് എല്ലാം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക, ശ്രദ്ധിക്കുക. പിന്നെ മെയിൻലി നമ്മുടെ ജോയിൻറ്റ്സ്, അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം പലപ്പോഴും പലർക്കും ഇഞ്ചറീസ് വരുന്നതും ജോയിൻറ്റ്സിലായിരിക്കും. അപ്പോൾ നമ്മളൊരു കുറേ സമയം എടുക്കേണ്ട, ഒരു 2 to 3 മിനിറ്റ്സ് ധാരാളമായിരിക്കും നമ്മുടെ ബോഡി എല്ലാ ഭാഗവും ഒന്ന് സ്ട്രെച്ച് ചെയ്തൊന്ന് ഫ്രീ ആക്കുക. എന്നിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത വർക്കൗട്ട്സിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയൽസിൽ കാണിച്ചത് പ്രകാരം നിങ്ങളെല്ലാവരും സ്ട്രെച്ച് ചെയ്യുക ഏറ്റവും ആദ്യം തന്നെ. നമ്മളതിന് ശേഷം കാർഡിയോ വർക്കൗട്ട്സിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ജമ്പിങ് ജാക്സ് വെച്ചാണ് തുടങ്ങുന്നത്. ഈ എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സുപരിചിതമായൊരു എക്സസൈസാണ്, എല്ലാവരും പൊതുവെ ചെയ്തു വരുന്നൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് മെയിനായിട്ടും നമ്മുടെ ഹാർട്ടിനാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പ് റേറ്റ് കൂട്ടാൻ സഹായിക്കും. പിന്നെ പോരാത്തതിന് നമ്മുടെ ഹാർട്ട് മസിൽസ് നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. ഇനി ഇതിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയും കാലുകളൊക്കെ നല്ല രീതിയിൽ എൻഗേജ് ആവുന്നുണ്ട്. സോ ഇതും ഒരു അനദർ കൈൻഡ് ഓഫ് ഒരു വാമപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ തുടക്കക്കാർക്ക് മെയിനായിട്ടും ഒരു 30 to 40 സെക്കൻഡ്സ് ചെയ്താൽ മതിയാവും. പിന്നീട് നിങ്ങളുടെ കോൺസെൻട്രേറ്റ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നീ ടു പാം ടച്ചസിലേക്കാണ് കിടക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ലൈക്ക് ജമ്പിങ് ജാക്സ് നമ്മുടെ ഹാർട്ട് മസിൽസിനെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാൻ തന്നെ സഹായിക്കുന്നത്. ഇതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പാമ്പ് എപ്പോഴും നമ്മുടെ ഹിപ്പിൻ്റെ മേലെ ആയിരിക്കണം. പിന്നെ പോരാതെ നമ്മുടെ നീ എപ്പോഴും നമ്മുടെ പാമ്പ് ടച്ച് ചെയ്യണം ഓരോ സമയത്തും. ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ട് കൂടുതൽ ചലഞ്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നീയപ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നീയപ്സ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് റണ്ണിങ് മോഷനാണ്. മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളുടെ മൊബിലിറ്റി ഉണ്ടാവില്ല, നമ്മൾ ആ ഒരു സ്ഥലത്തിൻ്റെ ആയിരിക്കും, അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും. ഇത് ആദ്യം ചെയ്യുമ്പോൾ അധികം നേരം ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഓവർ ടൈം നമുക്കത് ഡ്യൂറേഷൻ കൂട്ടാൻ പറ്റും.
അടുത്തത് മൗണ്ടൻ ക്ലൈംബേഴ്സാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ആ ഒരു ഡോഗ് പോസിൽ നിന്നിട്ട് നമ്മുടെ കാലുകൾ ഓൾട്ടർനേറ്റീവായിട്ട് പൊക്കണം ലാറ്ററലി. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ കോർ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോറിന് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബട്ടക്സ് ഒരു രീതിയിലും പൊന്തി പോകാൻ പാടില്ല. കാരണം പലരും അത് പൊക്കി ചെയ്യും കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി മൂവ്മെൻറ്റ്സ്. പരമാവധി താത്തി ഒരു പുഷപ്പ് പൊസിഷൻ മാതിരി ആക്കി ചെയ്യാൻ നോക്കുക. അടുത്തത് പുഷപ്സാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ കോർ മസിൽസ്, നമ്മുടെ ചെസ്റ്റ്, പിന്നെ നമ്മുടെ ബൈസെപ്സിന് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ സഹായിക്കും. പലരും പല വേരിയേഷൻസിൽ പുഷപ്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാനിപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ നിങ്ങളുടെ ഈസിന് വേണ്ടിയിട്ട് ബേസിക് ഫോം, അതായത് ഷോൾഡർ വിഡ്ത്ത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക. ഈ മൗണ്ടൻ ക്ലൈംബേഴ്സിൻ്റെ പോലെ തന്നെ ബട്ടക്സ് അധികം പൊന്തി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് നമ്മൾ സ്ക്വാട്ട്സ് ആണ് ചെയ്യണത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലെഗിൻ്റെ ഓവറോൾ എല്ലാ മസിൽസിനെയും നല്ല രീതിയിൽ എൻഗേജ് ചെയ്യും. മെയിൻലി നമ്മുടെ ഹാംസ്ട്രിങ്ങും നമ്മുടെ തൈ മസിൽസിനെയാണ് അത് എൻഗേജ് ചെയ്യണത്. നമ്മളിപ്പോൾ ഈ വർക്കൗട്ട് സെഷനിൽ ചെയ്യുന്ന ഏതൊരു ലെഗ് വർക്കൗട്ടാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അപ്രൈറ്റ് പോസ്റ്ററിലാണ് ചെയ്യേണ്ടത്. പലരും ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ മുന്നോട്ട് കുനിഞ്ഞിട്ടാണ് ചെയ്യണത്. ഇത് പലരും ഇത് ചെയ്യുന്നത് വർക്കൗട്ട് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പോസ്ചർ അപ്രൈറ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെയർ ഡിപ്സ് ആണ്. ഇത് മെയിനായിട്ട് നമ്മുടെ ട്രൈസെപ്പ് മസിൽസിനെയാണ് എൻഗേജ് ചെയ്യണത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കൈകൾ, അതായത് പുറകിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ കുറേ കൂടി അടുപ്പിച്ച് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഈസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ട്യൂട്ടോറിയൽ കാണിച്ചിരിക്കുന്നത് കാലുകൾ രണ്ടും താഴെ റെസ്റ്റ് ചെയ്യുന്ന പൊസിഷനിലാണ്. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ചലഞ്ചിങ് ആക്കണമെങ്കിൽ നിങ്ങളുടെ കാല് കുറച്ചും കൂടി ഹയർ പ്ലാറ്റ്ഫോമിൽ പ്ലേസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇത് ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ, നോ വറീസ്. പിന്നീട് ചെയ്യുമ്പോൾ അത് റെപ്സ് കൂട്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വർക്കൗട്ട് സെഷനിൽ നമ്മുടെ ഫൈനൽ എക്സസൈസാണ് പ്ലാങ്ക്സ്. പ്ലാങ്ക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിപ്പോൾ ഈ ട്യൂട്ടോറിയൽ കാണിച്ച മാതിരി ആ പോസ്ചറിൽ ഇരുന്നാൽ മതി. ഇത് മെയിനായിട്ട് നമ്മുടെ കോറിനെയാണ് സ്ട്രെങ്തൻ ചെയ്യണത്, അതായത് നമ്മുടെ ആബ് മസിൽസിനെ. ഇതും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബട്ടക്സ് അധികം പൊക്കാതിരിക്കാൻ നോക്കുക, ആ ഒരു സെയിം ഫോമിൽ തന്നെ വെക്കുക. ഇപ്പോൾ പലരും ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ കുറേ കൂടി ഫാറ്റീഗ് അല്ലെങ്കിൽ കുറേ കൂടി ക്ഷീണം വരുമ്പോൾ അവർ ബട്ടക്സ് കുറച്ചുകൂടി പൊന്തിച്ച് പിടിക്കാൻ നോക്കും, ഇത് കുറേ കൂടി എളുപ്പമാക്കാൻ വേണ്ടി. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. ശരിയാണിത് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും കുറേ സമയത്ത്, ബട്ട് എന്നാലും ട്രൈ ഡൂയിങ് ഇറ്റ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർക്കൗട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഷുവറായിട്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ വർക്കൗട്ട് സെഷന് ശേഷം 1 മിനിറ്റിൽ കവിയാതെ ബ്രേക്ക് എടുക്കാൻ നോക്കുക. പിന്നെ പ്രിഫറബിൾ ടൈം ഓഫ് ദ ഡേ എന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു കൺവീനിയൻസ്, ബട്ട് ഐ വുഡ് പ്രിഫർ ടു ഡു ഇറ്റ് ഇൻ ദ മോർണിംഗ്. കാലത്താണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ.